സിനിമയുടെ അവസാന 40 മിനിറ്റുകളിൽ മമ്മൂട്ടിയുടെ ഇതിലാണ് ഇന്നേ വരെ മലയാളം ഇത്രയധികം കഥാപാത്രങ്ങൾ മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷേ ഇന്നേ വരെ ആരും കാണാത്ത അത്രയും ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് മമ്മൂട്ടി ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല അത് എങ്ങനെയായിരിക്കണം. ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു ടെക്നിക്കൽ ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ശീലമായുള്ള കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്ന് ആവേശം കൊണ്ട് ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ത്രില്ലർ തന്നെയാണ് ഈ സിനിമ. അത് എത്രത്തോളം മമ്മൂട്ടിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് പല തമിഴ് ചിത്രങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാൾ വെല്ലുന്നൊരു രീതിയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് ഇന്റർവെല്ലിൽ വരെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടുത്തും, എന്താ ഈ സിനിമ ഇങ്ങനെ പോകുന്നു. പക്ഷേ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും കണ്ടതൊക്കെ അവസാനമാണ് വരുന്നത്. അവസാന 40 മിനിറ്റുകൾ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി മാത്രമാണ് ഈ സിനിമ. ഈ സിനിമ നിങ്ങൾ കാണണം. ഈ സിനിമ നിങ്ങൾ ഞെട്ടിക്കും. ഈ സിനിമ ഞെട്ടിക്കുന്നില്ല, ഈ സിനിമ മാരക പെർഫോമൻസ് ആണ് മമ്മൂട്ടി. ഇന്നേ വരെ കാണാത്ത മമ്മൂട്ടി പെർഫോമൻസ്. ഇതേ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞൊരു അവസാന ഡയലോഗ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിർത്തിയാണ്. മമ്മൂട്ടി പറഞ്ഞൊരു പ്രധാന കഥാപാത്രത്തോട് പറയുന്നൊരു ഡയലോഗുണ്ട്. മമ്മൂട്ടിയോട് അദ്ദേഹം പറയും, മനുഷ്യ പഴയ കാലമൊക്കെ പോയി, ഇപ്പം ന്യൂജൻ പിള്ളേരാണ് ഇവിടെ എല്ലാം വാഴുന്നത്. ഇവിടെയാണ് ന്യൂജൻ പിള്ളേരാണ് ഇവിടെ മുഴുവനുള്ളത്. ന്യൂജൻ പിള്ളേരുടെ കാലമാണ്. മമ്മൂട്ടി തിരിച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്, ആ ന്യൂജൻ പിള്ളേരൊക്കെ ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നടക്കുകയാണ്. വയസ്സായി വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഇവിടെ താരം, ഞാൻ മാത്രമാണ് ഇവിടെ താരം. ബസൂക്ക, ആ ബസൂക്ക അതിന് അടിവരയിടുന്നു. കാണുക ബസൂക്ക.